all, this is me Fatima Nahla from Namato A. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പുതിയൊരു വീഡിയോ വന്നിട്ടുള്ളത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ്. അതായത് നമ്മുടെ സോഷ്യൽ മീഡിയ ഓട്ടോമേഷൻ. നമ്മുടെ മൈൻഡ് സ്റ്റാർട്ട് ഓൺലൈൻ സോഫ്റ്റ്വെയറിൽ എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഓട്ടോമേഷൻ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നും അതിലേക്കുള്ള കമന്റ് ആൻഡ് ഡി എം അതുപോലെയുള്ള ഓട്ടോ റിപ്ലൈസ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതിനായിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഫോളോ ചെയ്താൽ മതി. നിങ്ങൾക്കും അതുപോലെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ വരുന്ന എല്ലാ കമന്റ്സിനും നിങ്ങൾ മാനുവലി റിപ്ലൈ ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ഓട്ടോ കമന്റ്സ് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ വരുന്ന ഡി എം എൻക്വയറീസിന് നിങ്ങൾക്ക് ഓട്ടോ ഡി എം റിപ്ലൈ സെറ്റ് ചെയ്യാം. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് കമന്റ്സിലെ ലിങ്ക് അല്ലെങ്കിൽ റൈറ്റ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരുന്ന എൻക്വയറീസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനൊക്കെ നിങ്ങൾക്ക് ഡി എമ്മിലേക്ക് റിപ്ലൈ കൊടുക്കാനായിട്ടും ഡി എം വിത്ത് കമന്റ് റിപ്ലൈ അതും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനായിട്ട് ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഇതിലേക്ക് കണക്ട് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് നിങ്ങൾ ഇവിടെ സെറ്റിംഗ്സിൽ ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. ആപ്പ് സ്റ്റോറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ അവിടെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് കാണാനും പറ്റുന്നത്. ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റഗ്രാം ഉണ്ട്. അപ്പൊ ഇതിൽ ഞാനിവിടെ ഇൻസ്റ്റഗ്രാം ആണ് കണക്ട് ചെയ്തത്. അതിനുവേണ്ടി ഇൻസ്റ്റഗ്രാമിൽ കണക്ട് ഓപ്ഷൻ കൊടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിലേക്ക് നാവിഗേറ്റ് ചെയ്തുകൊണ്ട് അതിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് നിങ്ങൾ അതിൽ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ഇവിടെ ഞാൻ എൻ്റെ യൂസർ നെയിം പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ലോഗിൻ ചെയ്യാണ്. നമുക്കിവിടെ അലോ ഓപ്ഷൻ ഇവിടെ കൊടുക്കുക. അപ്പൊ നമ്മുടെ അക്കൗണ്ട് ഇവിടെ കണക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓട്ടോമേഷൻസ് സെറ്റ് ചെയ്യണം. അതായത് ഇൻസ്റ്റഗ്രാം ഡി എം റിപ്ലൈ അതുപോലെ തന്നെ കമന്റ് ഓട്ടോ റിപ്ലൈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ സെറ്റ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ഇവിടെ ബാക്ക് പോയിട്ട് അത് നമുക്ക് ലീഡ് ഓട്ടോമേഷൻ ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. ലീഡ് ഓട്ടോമേഷനിൽ നമുക്ക് വർക്ക് ഫ്ലോസ് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇത് നമുക്ക് വർക്ക് ഫ്ലോസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഇവിടുന്ന് ന്യൂ വർക്ക് ഫ്ലോ ഇവിടെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ന്യൂ വർക്ക് ഫ്ലോയിൽ ഇവിടെ അതിന് വേണ്ടിയിട്ട് ഈ വർക്ക് ഫ്ലോയുടെ ഈ ഒരു ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഫസ്റ്റ് ഇതിന് നെയിം കൊടുക്കാം. ഓട്ടോ ഡി എം കൊടുത്തിട്ടുണ്ട്. നെയിം കൊടുത്തു. നമുക്ക് അപ്പൊ ഇതിന് ട്രിഗർ, അതായത് എപ്പോഴാണ് നമുക്ക് റിപ്ലൈ പോവേണ്ടത്, ഫസ്റ്റ് ഏത് ആക്ഷൻ ആണ് നമുക്ക് ഇവിടെ ഡിറ്റക്ട് ചെയ്യേണ്ടത്, എപ്പോഴാണ് ട്രിഗർ നമുക്ക് ഡിറ്റക്ട് ചെയ്യേണ്ടത്. അതിനായിട്ട് നമ്മളിവിടെ ആഡ് ന്യൂ ട്രിഗറിൽ നമുക്ക് എപ്പോഴാണോ മെസ്സേജ് വരുന്നത് അതാണ് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് നമുക്ക് കമന്റ് ഓർ ഡി എമ്മിൽ നമുക്ക് ഇൻസ്റ്റഗ്രാം ഡി എം സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഫിൽട്ടർ ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് എന്ത് മെസ്സേജ് വന്നാലാണ് നമുക്ക് ഡി എം റിപ്ലൈ കൊടുക്കേണ്ടത്. ഏത് മെസ്സേജ് വന്നാലും നമുക്കൊരു മെസ്സേജ് റിപ്ലൈ കൊടുക്കണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് കണ്ടെയ്ൻസ്, അതായത് നമുക്കിപ്പം ഒരു മെസ്സേജ് സ്പെസിഫിക് ആയിട്ട് ഒരു കീവേഡ് വരികയാണ്. നമുക്കിപ്പോ ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഗുഡ് മോർണിംഗ് വരികയാണ്. അപ്പോൾ നമുക്ക് ഓട്ടോ റിപ്ലൈസ് നമുക്ക് എന്ത് ചെയ്യണം, ഗുഡ് മോർണിംഗ് അങ്ങോട്ട് കൊടുക്കണം. അതുപോലെ തന്നെ നമുക്കൊരു അസ്സലാമു അലൈക്കും വരികയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റഡ് ആയിട്ട് വാലൈക്കും അസ്സലാം പറയണം. അപ്പൊ നമുക്ക് ഒരു സ്പെസിഫിക് കീവേഡ് കണ്ടെയ്ൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു ലൊക്കേഷൻ ചോദിക്കുകയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ലൊക്കേഷനിൽ ഉള്ള ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ആ ക്വസ്റ്റ്യനിൽ ലൊക്കേഷൻ കീവേഡ് ഡിറ്റക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ലൊക്കേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് എക്സാക്ട് മാച്ച് ആണ്. അപ്പൊ ഒരു സെയിം വേർഡ് തന്നെ നമുക്ക് ഡിറ്റക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ വെറും ഒരു കീവേഡ് മാത്രമല്ലാതെ ഒരു ഫുൾ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ നമ്മളൊരു ആഡോ കാര്യങ്ങളൊക്കെ റൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആഡ്സ് ത്രൂ വരുന്ന എൻക്വയറി ആണെങ്കിൽ നമുക്ക് എക്സാക്ട് മാച്ച് ആയിരിക്കണം. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സാക്ട് മാച്ച് മീൻസ് ഐ വാണ്ട് ടു നോ മോർ ഡീറ്റെയിൽസ് നമ്മളൊരു ആഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് ആഡ് ത്രൂ എൻക്വയറി വരുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം ആഡിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അതിൽ നമുക്കൊരു സ്പെസിഫിക് എൻക്വയറി വരുന്നുണ്ടെങ്കിൽ ആ ഒരു എൻക്വയറിക്ക് നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു ആൻസർ കൊടുക്കാനുണ്ടാവും. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഐ വാണ്ട് ടു നോ മോർ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഹൗ ക്യാൻ ഐ സെറ്റ് അപ്പ് ദീസ് അങ്ങനെയൊക്കെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിന് കൊടുക്കാനുള്ള റിപ്ലൈ നമുക്ക് എക്സാക്ട് മാച്ചിലാണ് ഡിറ്റക്ട് ചെയ്യാനുള്ളത്. ഞാൻ ഇവിടെ ഒരു എനി എന്നുള്ള കൊടുത്തിട്ട് നമുക്കപ്പം ഏത് മെസ്സേജ് അയക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്കൊരു എൻക്വയറി വരികയാണ്. അപ്പൊ നമുക്ക് ഒരു എന്ത് മെസ്സേജ് വന്നു കഴിഞ്ഞാലും ഹൈ താങ്ക് യു ഫോർ റീച്ചിങ് ഔട്ട്, അപ്പൊ അങ്ങനെ ഒരു മെസ്സേജ് ആയിരിക്കും നമുക്ക് കൊടുക്കേണ്ടത്. അപ്പൊ അതിനകത്ത് മെസ്സേജ് കണ്ടന്റ് എന്താണെന്ന് നമുക്ക് ഡിറ്റക്ട് ചെയ്യേണ്ടി വരില്ല. അതിൽ നമുക്ക് കണ്ടെയ്ൻസ് ആണെങ്കിൽ നമുക്ക് ഹായ് ഓർ ഹലോ അല്ലെങ്കിൽ ഗ്രീറ്റിംഗ്സ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഗ്രീറ്റിംഗ് കൊടുക്കണം. നമുക്കിപ്പോ ഒരു ഹലോ എന്ന് പറഞ്ഞിട്ട് വരികയാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും അവർക്കൊരു ഹലോ ക്യാൻ യു ഹെൽപ്പ് യു അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാം. ഞാനിപ്പോ ഇവിടെ ജസ്റ്റ് ഒരു ഹലോ കണ്ടെയ്ൻസ് കൊടുത്തിട്ടാണ് ഞാനിപ്പോ ചെയ്യുന്നത്. ഇപ്പൊ ഹലോ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു എൻക്വയറി വരികയാണ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരികയാണെങ്കിൽ ഹായ് ഹൗ ക്യാൻ യു ഹെൽപ്പ് യു ചോദിക്കാം. നമുക്കിപ്പോ അതുപോലെ തന്നെ ഇവിടെ എക്സാക്ട് മാച്ചിൽ നമുക്ക് എന്താണ് ഐ വാണ്ട് ടു നോ മോർ ഡീറ്റെയിൽസ് അബൌട്ട് ദിസ് എന്ന് പറയാണ്. അപ്പൊ നമുക്ക് സെയിം ക്വസ്റ്റ്യൻ, അതായത് നമുക്ക് ആഡ്സ് എന്നൊക്കെ അവരൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഓട്ടോമേറ്റഡ് ആയിട്ട് ഒരു എൻക്വയറി വരും.
അപ്പൊ ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് അതിനായിട്ട് ഓട്ടോമാറ്റഡ് ആയിട്ട് സ്പെസിഫിക് ആൻസർ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൽ ഞാൻ എനി കൊടുക്കാം, എനി കൊടുത്തിട്ട് കൺഫേം ചെയ്യാണ്. അപ്പൊ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ഫസ്റ്റ് എന്താ വെൽക്കം ടു സൊമാറ്റോ അല്ലെങ്കിൽ ഹൗ കാൻ ഐ ഹെൽപ്പ് യു, നമുക്കൊരു ഫസ്റ്റ് ഒരു എൻക്വയറി വരുമ്പോൾ നമുക്ക് ആ ഒരു മെസ്സേജ് അങ്ങനെ നമുക്ക് ഒരു അങ്ങോട്ട് അവർക്കൊരു കസ്റ്റമർ റാപ്പോർട്ട് ബിൽഡ് ചെയ്യാനായിട്ട് നമ്മൾ അങ്ങോട്ട് അവർക്കൊരു മെസ്സേജ് കൊടുക്കും. അപ്പൊ ആ രീതിക്ക് നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാം. നെക്സ്റ്റ് ആക്ഷൻ എന്താണ് സെറ്റ് ചെയ്യേണ്ടത്? അതിനുള്ള റിപ്ലൈ ആണ്. എന്ത് മെസ്സേജ് ആണെങ്കിലും അതിനായിട്ട് നമുക്ക് ഇവിടുന്ന് സോഷ്യൽ ഓപ്ഷൻ ആണ് സെലക്ട് ചെയ്യേണ്ടത്. സോഷ്യൽ ഓപ്ഷനിൽ നമുക്ക് ഇൻസ്റ്റഗ്രാം DM റിപ്ലൈ ഉണ്ട്, അതിലാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻസ്റ്റഗ്രാം DM റിപ്ലൈ നമുക്ക് ഇവിടുന്ന് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഏതാണെന്ന് സെലക്ട് ചെയ്യണം. ദെൻ നമുക്ക് റിപ്ലൈ മെസ്സേജ്. ഇത് നമുക്ക് എന്ത് മെസ്സേജ് വന്നാലും നമ്മൾ കസ്റ്റമറിനോട് അങ്ങോട്ടൊരു ഇന്ററാക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെസ്സേജ് ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ അത് നമുക്കിവിടെ സെറ്റ് ചെയ്യാം, കൺഫേം കൊടുക്കാം. ഇതിൽ നമുക്കിവിടെ കസ്റ്റം വാല്യൂസ് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ജസ്റ്റ് അത് മെൻഷൻ ചെയ്യാൻ വിട്ടുപോയതാണ്. അതുകൊണ്ട് നമുക്കിവിടെ കസ്റ്റം വാല്യൂസ് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നമ്മളിപ്പോ ജസ്റ്റ് ഇവിടെ ഹായ് എന്ന് മാത്രം കൊടുക്കാതെ അതിന്റെ കൂടെ ആളുടെ നെയിം കൂടെ നമുക്കിവിടെ മാപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് ഏത് അക്കൗണ്ടിനാണെങ്കിലും നമുക്ക് ആരുടെ എൻക്വയറി വരികയാണെങ്കിൽ അതിനകത്തുള്ള അവരുടെ യൂസർ നെയിം നമുക്കിവിടെ മാപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനായിട്ട് നമുക്കിവിടെ ഹായ് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കസ്റ്റം വാല്യൂസ് എന്ന് നമുക്ക് ആളുടെ ഫസ്റ്റ് നെയിം ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഫസ്റ്റ് നെയിം, കോൺടാക്ടിന്റെ ഫസ്റ്റ് നെയിം, താങ്ക് യു ഫോർ റീച്ചിങ് ഔട്ട്, ഹൗ കാൻ ഐ ഹെൽപ്പ് യു. അപ്പൊ നമുക്കിവിടെ ഫാത്തിമ എന്നുള്ള ഒരു അക്കൗണ്ടിനാണ് വരുന്നതെങ്കിൽ ഹായ് ഫാത്തിമ, താങ്ക് യു ഫോർ റീച്ചിങ് ഔട്ട്, ഹൗ കാൻ ഐ ഹെൽപ്പ് യു. നമുക്ക് ആ രീതിക്ക് അവർക്ക് മെസ്സേജ് ഓട്ടോമാറ്റഡ് ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഞാൻ അതും കൂടി ഇവിടെ സേവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിവിടെ നമുക്ക് ലൈവ് ആക്കി വെക്കും. അതായത് നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണ് മെസ്സേജ് വരുന്നത്, അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് റിപ്ലൈ കൊടുക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഇത് നമുക്കിത് ലൈവ് ആക്കി കൊടുക്കാം. ഞാനിവിടെ എനാബിൾ ചെയ്യുന്നുണ്ട്, കൺഫേം കൊടുത്തു. അപ്പൊ നമ്മളുടെ ഈ ഒരു ഓട്ടോമേഷൻ ഇവിടെ ആക്ടിവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാൻ എന്റെ ഈ ഒരു ടെസ്റ്റ് ചെയ്യേണ്ടി കണക്ട് ചെയ്തിട്ടുള്ള ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലേക്ക് ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പൊ അതിനായിട്ട് ഒരു ഓട്ടോ റിപ്ലൈ പോകുന്നതായിരിക്കും. അപ്പൊ ഇതാണ് എന്റെ ടെസ്റ്റ് ചെയ്യുന്ന ഇൻസ്റ്റഗ്രാം പേജ്. ഇതിലേക്ക് ഞാനൊരു മെസ്സേജ് അയക്കുന്നുണ്ട്. എന്റെ ചാറ്റ് ബോക്സ് ഇതിലേക്ക് ഒരു മെസ്സേജ് വരുമ്പോൾ ഇതിനകത്ത് നിന്ന് എങ്ങനെയാണ് റിപ്ലൈ പോകുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിലേക്കൊരു ഹായ് അയക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ കാണാം ഈ ഒരു മെസ്സേജ് ഇവിടെ ഓട്ടോമേറ്റഡ് ആയിട്ട് ഇവിടെ ഷെയർ ആയിട്ടുണ്ട്. അതായത് ഹായ്, ഈ ഒരു യൂസർ നെയിം ആണിത് ഈ ഒരു അക്കൗണ്ടിന്റെ. അപ്പൊ ആ ഒരു യൂസർ നെയിം ഇവിടെ മാപ്പ് ആയി വന്നിട്ടുണ്ട് ഫസ്റ്റ് നെയിമില്. താങ്ക് യു ഫോർ റീച്ചിങ് ഔട്ട്, ഹൗ കാൻ ഐ ഹെൽപ്പ് യു. ഇനി നമുക്ക് ഇവിടെ നമ്മളൊരു കണ്ടെയ്ൻസ്, ഒരു ലിങ്ക് എന്ന് പറയുന്ന ഒരു കീവേഡ് വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ തന്നെ നമുക്ക് ഈ ഒരു ട്രിഗറിൽ നമുക്കത് എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അതായത് നമുക്ക് ഇൻസ്റ്റഗ്രാം DMൽ നമ്മൾ എനി എന്നതിന് പകരം കണ്ടെയ്ൻസിൽ നമ്മൾ എന്ത് കൊടുക്കാണ്, ഒരു ഗുഡ് മോർണിംഗ് കൊടുക്കുകയാണ്. ഇവിടെ കണ്ടെയ്ൻസ് ഗുഡ് മോർണിംഗ് കൊടുത്തു. നമുക്ക് ഇതിലേക്ക് നെക്സ്റ്റ് റിപ്ലൈ നമുക്ക് ഗുഡ് മോർണിംഗ് എന്ന് നമുക്ക് ഓട്ടോ റിപ്ലൈ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ആക്ച്വലി നമുക്കിവിടെ ഹായ് ഈ ഒരു നെയിം നമുക്കിവിടെ ഗുഡ് മോർണിംഗ് കൊടുക്കാം. ഇവിടെ ഞാൻ ഒരു മെസ്സേജ് റിപ്ലൈ മെസ്സേജ് ഇവിടെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കിത് സേവ് ചെയ്യാം. ഇവിടെ സേവ് ചെയ്ത് കൊടുത്തു. ഇനി ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതായത് നമുക്ക് ഗുഡ് മോർണിംഗ് എന്നുള്ള ഒരു മെസ്സേജ് വരുമ്പോൾ ആ ഒരു മെസ്സേജിൽ നമുക്ക് അല്ലെങ്കിൽ ഹായ് ഗുഡ് മോർണിംഗ് അങ്ങനെ നമുക്ക് ഗുഡ് മോർണിംഗ് എന്നുള്ള കീവേഡ് അതിൽ ഉണ്ടായാലും മതി. അതിൽ നിന്ന് നമുക്കത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഞാൻ ഇവിടെ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് ഈ ഒരു ചാറ്റിലേക്ക് അയക്കുന്നുണ്ട്. മെസ്സേജ് അയച്ചു. നമുക്ക് ഇതിനെങ്ങനെയാണ് റിപ്ലൈ പോകുന്നത് നോക്കാം. അപ്പൊ ഇതിലേക്ക് നമുക്ക് ഈ ഒരു നെയിം ഇവിടെ മാപ്പ് ചെയ്തതുപോലെ വന്നു. പിന്നെ അതിലേക്ക് ഗുഡ് മോർണിംഗ് നമുക്ക് ഓട്ടോ റിപ്ലൈ പോയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇൻസ്റ്റഗ്രാമിലേക്ക് വരുന്ന മെസ്സേജിൽ നമുക്ക് ആ ഒരു കീവേഡ് വെച്ചിട്ട് ഏതാണെന്ന് ഡിറ്റക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഓട്ടോമാറ്റിക് റിപ്ലൈസ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. അതുപോലെ നമുക്കിപ്പം ഏത് മെസ്സേജ് വരുന്നെങ്കിലും അതിന് റിപ്ലൈ നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ ആ രീതിക്ക് നമുക്ക് ആരെന്ത് മെസ്സേജ് അയച്ചാലും നമുക്കൊരു കോമൺ ആയിട്ടൊരു റിപ്ലൈ അല്ലെങ്കിൽ അവരോട് നമുക്ക് എന്താണ് അവർക്കൊരു ഹെൽപ്പ് വേണ്ടതെന്നുള്ള രീതിക്ക് നമുക്ക് ഒരു ഫസ്റ്റ് മെസ്സേജ് എന്നുള്ള രീതിക്ക് ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ അതുപോലെ നമുക്ക് എക്സാക്ട് മാച്ച് ആണെങ്കിലും നമുക്ക് അതിനകത്തുള്ള ആ ഒരു മെസ്സേജ് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ആഡ്സ് ഒക്കെ തന്നെയാണെങ്കിൽ അതുപോലെ വരുന്ന ഒരു എൻക്വയറി ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ അങ്ങനെ നമുക്ക് ഓട്ടോ റിപ്ലൈസ് സെറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഞാനൊരു വർക്ക് ഫ്ലോ ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് എങ്ങനെയാണ് ഇൻസ്റ്റഗ്രാം കമന്റ് റിപ്ലൈ എങ്ങനെ കൊടുക്കാവുന്നതാണ്. അതിനായിട്ട് ഞാൻ വേറൊരു വർക്ക് ഫ്ലോ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പൊ ഇവിടെ നമുക്ക് പുതിയൊരു വർക്ക് ഫ്ലോ ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് നമുക്കിവിടെ ഫസ്റ്റ് നെയിം മാറ്റി കൊടുക്കാം. IG കമന്റ് റിപ്ലൈ സെലക്ട് ചെയ്ത് കൊടുക്കാം.
നമുക്ക് ട്രിഗർ വരുന്നത് ഇൻസ്റ്റഗ്രാം കമന്റ് ആണ് നമുക്കിവിടെ ഡിറ്റക്ട് ചെയ്യേണ്ടത്. അതിനായിട്ട് നമുക്കിവിടെ ട്രിഗറിൽ നിന്ന് കമന്റ്സ് ഓർ DMൽ നമുക്ക് ഇൻസ്റ്റഗ്രാം കമന്റ് സെലക്ട് ചെയ്യാം. അപ്പം അതിൽ നമുക്ക് ഏത് പോസ്റ്റാണ് ഇപ്പൊ ഞാൻ എന്റെ പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകളും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിന്റെ പോസ്റ്റിനാണ് നമുക്ക് ഒരു റിപ്ലൈ ഓട്ടോമേറ്റഡ് ആയിട്ട് കൊടുക്കണമെങ്കിൽ അത് നമുക്ക് ആ പോസ്റ്റ് സെലക്ട് ചെയ്യാം. അതിൽ നമുക്ക് വരുന്ന എല്ലാ പോസ്റ്റിനും നമുക്കൊരു റിപ്ലൈ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയും സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ ഞാൻ ഈ ഒരു സ്പെസിഫിക് പോസ്റ്റിൽ നമുക്ക് അവരൊരു ലിങ്ക് എന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് അതിന് നമുക്ക് ഒരു DM റിപ്ലൈ കൂടെ പോയി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതായത് കമന്റിലൂടെ നിങ്ങൾക്ക് നോർമലി കണ്ടിടാം ലിങ്ക് എന്ന് കമന്റ് ചെയ്യുമ്പോൾ നമുക്ക് കമന്റിൽ എന്ത് പറയും ചെക്ക് യുവർ DM എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് പോകുന്നുണ്ടാവും. അതേപോലെ തന്നെ DMലേക്ക് നമുക്ക് അതിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ രീതിക്ക് നമുക്കും ഇതിന് ഈസി ആയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. വേറെ കോൺഫിഗറേഷൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള വേറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഇതിനകത്ത് പോസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. അതിനകത്ത് നമുക്ക് എന്താണ് കീവേഡ് വേണ്ടത് അത് ഇവിടെ നമുക്ക് കൊടുക്കാം. ഇപ്പൊ ലിങ്ക് എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു കമന്റിൽ നമുക്ക് ലിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വരുമ്പോൾ അതിനനുസരിച്ച് ആ ഒരു പ്രൊഡക്റ്റിന്റെ ലിങ്ക് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്ക് DMൽ കണ്ടതുപോലെ തന്നെ ഇവിടെ എനി ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു എന്ത് മെസ്സേജ് വന്നാൽ നമുക്ക് ജസ്റ്റ് താങ്ക് യു ഫോർ ഒരു കമന്റ് അങ്ങനെ മാത്രം നമുക്ക് റിപ്ലൈ കൊടുക്കാനാണെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്ക് എക്സാക്ട് മാച്ച് ആണെങ്കിൽ നമുക്ക് ആ രീതിക്ക് നമ്മളിപ്പോ ഒരു സ്പെസിഫിക് കീവേഡ് പറഞ്ഞിട്ട് അതിന് മാത്രം കമന്റ് ചെയ്യുന്ന റിപ്ലൈ ആണെങ്കിൽ നമുക്ക് അങ്ങനെയും സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാനിവിടെ പ്ലീസ് ഷെയർ ലിങ്ക് എന്നൊക്കെ പറയുകയാണെങ്കിൽ ലിങ്ക് എന്നുള്ള കീവേഡ് ഡിറ്റക്ട് ചെയ്തുകൊണ്ട് അങ്ങനെ നമുക്കിത് വർക്ക് ആവുമെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ കണ്ടെയ്ൻസ് ലിങ്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോസ്റ്റിന്റെ അണ്ടറിൽ വരുന്ന ലിങ്ക് കണ്ടെയ്ൻസ് ആയിട്ടുള്ള കമന്റിന് എങ്ങനെയാണ് റിപ്ലൈ പോകുന്നത് നോക്കാം. ഇതിന് കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്തു. അപ്പൊ ഇവിടെ നമുക്ക് ഏത് പോസ്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്കിപ്പോ എല്ലാ പോസ്റ്റ് വേണമെങ്കിൽ ഇപ്പൊ ഇവിടെ ഞാൻ ഈ ഒരു പോസ്റ്റ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന് പകരം നമുക്ക് എല്ലാ പോസ്റ്റുകളിലും നമുക്കൊരു കോമൺ റിപ്ലൈ കൊടുക്കണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് എല്ലാ പോസ്റ്റുകളും ജസ്റ്റ് ഈ ഒരു ഇമേജിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇവിടെ ഞാനിപ്പോ ഈ ഒരു ഫസ്റ്റ് പോസ്റ്റ് മാത്രമാണ് ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ലിങ്ക് എന്നുള്ള കീവേഡ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സേവ് കൊടുത്തു. ഇവിടെ നമുക്ക് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് വേണ്ടത്. ആ ഒരു ലിങ്ക് എന്ന് പറഞ്ഞിട്ട് കമന്റ് വരും. അവർക്ക് DMലേക്ക് ഒരു ലിങ്കിന്റെ ഒരു മെസ്സേജ് പോകുന്നു. ഇവിടെ സോഷ്യൽ നമുക്ക് ഇൻസ്റ്റഗ്രാം DM റിപ്ലൈ നമ്മൾ നോർമൽ DMന് വരുന്ന എൻക്വയറീസിന് അയച്ചതാണ്. പിന്നെ റിപ്ലൈ ടു ഇൻസ്റ്റഗ്രാം കമന്റിൽ നമുക്ക് കമന്റിൽ തന്നെ റിപ്ലൈ കൊടുക്കുന്നത് സെൻഡ് ഇൻസ്റ്റഗ്രാം DM അതായത് അപ്ലൈ ഓൺലി ഫോർ കമന്റ്സ് അതായത് കമന്റ് ബേസ്ഡ് ആയിട്ട് നമുക്ക് DMലേക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അതായത് കമന്റിന്റെ ഒരു ട്രിഗർ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ആക്ച്വലി നമുക്ക് ഇൻസ്റ്റഗ്രാം DMൽ അവർക്ക് ഷെയർ ചെയ്യാനുള്ളതാണ് ഇവിടെ കൊടുക്കുന്നത്. അതായത് ഇവിടെ ഞാനിപ്പോ പറഞ്ഞ ലിങ്കിന്റെ എക്സാമ്പിൾ തന്നെ നമുക്ക് എന്തുണ്ടാവും നമ്മുടെ DMലേക്ക് ആ ഒരു ലിങ്ക് ഷെയർ ആവും. അപ്പൊ അതിനായിട്ട് നമുക്ക് ഈ ഒരു ഓപ്ഷൻ ആണ് സെലക്ട് ചെയ്യുന്നത്. ഇത് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യാം. ഡിഫോൾട്ട് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്. തന്നെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ഹായ് ഇവിടെ ഫസ്റ്റ് നെയിം കൊടുക്കാം. ഫസ്റ്റ് നെയിമിൽ താങ്ക് യു ഫോർ യുവർ എൻക്വയറി. ഹിയർ ഈസ് ദ ലിങ്ക് ഫോർ then ഇവിടെ നമുക്ക് ഹിയർ ഈസ് ദ ലിങ്ക് എന്ന് കൊടുക്കാം. നമുക്കിവിടെ ലിങ്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതിനായിട്ട് ഞാനിവിടെ ജസ്റ്റ് ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ജസ്റ്റ് ഒരു പ്രൊഡക്റ്റിന്റെ ലിങ്കാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് URL ഷോർട്ട്നർ ഇട്ടിട്ട് നമുക്ക് ഷോർട്ട് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഇത് ഇവിടെ തന്നെ ഇങ്ങനെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഷോപ്പിലുള്ള ഒരു പ്രൊഡക്റ്റിന് അതായത് ഇവിടെ ഓൺലൈനിന്റെ ഷോപ്പിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റിന്റെ ലിങ്കാണിത്. അപ്പൊ അത് നമുക്ക് ഇവിടെ കൺഫേം കൊടുക്കാം. അപ്പൊ ഇവിടെ തന്നെ നമുക്ക് നെക്സ്റ്റിന് അവർക്ക് കമന്റിൽ ഒരു റിപ്ലൈ കൊടുക്കണം. ഹായ് പ്ലീസ് ചെക്ക് യുവർ DM എന്ന് പറഞ്ഞിട്ട് അതായത് നമുക്ക് DMലേക്ക് ആ മെസ്സേജ് പോയതിനു ശേഷം അതിനായിട്ട് നമുക്കിവിടെ സോഷ്യലിൽ തന്നെ റിപ്ലൈ ടു ഇൻസ്റ്റഗ്രാം കമന്റ് ആണ് എടുക്കേണ്ടത്. അത് നമുക്കിവിടെ അക്കൗണ്ട് സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്കൊരു മെസ്സേജ് കൊടുക്കാം. ഹായ് പ്ലീസ് ചെക്ക് യുവർ DM. അപ്പൊ ഇങ്ങനെ നമുക്കിവിടെ ഒരു മെസ്സേജ് ഇവിടെ കൊടുക്കാൻ വേണ്ടി പറ്റും. നമുക്കിത് കൺഫേം കൊടുക്കാം. അപ്പൊ ആ ഒരു DMൽ മെസ്സേജ് പോയതിനു ശേഷം നമുക്ക് കമന്റിൽ പറയാനുള്ളത് നമ്മുടെ DMൽ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ രീതിക്കാണ് നമ്മൾ നോർമലി കണ്ടുവരുന്നത്. നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയ ഓട്ടോമേഷൻ നമുക്ക് അതായത് മെയിൻ ആയിട്ട് നമ്മുടെ ഈ കമന്റ് ഓട്ടോമേഷന് നമുക്ക് ആ ഒരു കമന്റ് DMലേക്ക് റിപ്ലൈ പോകാനും അതിന്റെ കൂടെ തന്നെ കമന്റിൽ നമ്മളൊരു റിപ്ലൈ കൊടുക്കും നമ്മൾ DMൽ അയച്ചതിനു ശേഷം. ആ രണ്ട് കാര്യങ്ങൾ ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ എനാബിൾ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഈ ഒരു കേസിൽ നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് DMലേക്ക് പ്രത്യേകിച്ച് ഒന്നും ഷെയർ ചെയ്യാനില്ല. ജസ്റ്റ് വരുന്ന എല്ലാ കമന്റ്സിനും നമുക്കൊരു മെസ്സേജ് അയക്കാനാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു ആക്ഷൻ ഇവിടെ ഒഴിവാക്കാം. അതായത് DM റിപ്ലൈ വേണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട്
ജസ്റ്റ് നമുക്ക് എന്താണോ കീവേഡ് അതിനനുസരിച്ച് നമുക്കിവിടെ ഈ ഒരു റിപ്ലൈ ആക്ഷൻസ് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതിപ്പോ ഞാനിവിടെ ഒരു കമന്റ്, അതായത് ലിങ്ക് എന്ന് കണ്ടൻസ് ആയിട്ടുള്ള ഒരു കീവേഡ് വരികയാണെങ്കിൽ ആ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് പോലെയാണ് ഞാനിപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളുടെ ഒരു കീവേഡ് അനുസരിച്ചുള്ളത് നമുക്കിത് റേറ്റ് എന്ന് പറയുമ്പോൾ റേറ്റ് ഒക്കെ നമുക്ക് ഡയറക്റ്റ് നമുക്ക് കമന്റിൽ തന്നെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ കൊടുക്കാം. അതായത് നമുക്ക് കണ്ടൻസിൽ റേറ്റ് എന്ന് വരികയാണെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിന്റെ റേറ്റ് എന്നാണ്. അതായത് നിങ്ങളൊരു ഓൺലൈൻ ബിസിനസ് തന്നെ ഒരു ക്ലോത്തിങ് സ്റ്റോറിന്റെ പേജ് നിങ്ങൾ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ക്ലോത്തിങ് സ്റ്റോറിന്റെ ഓരോ പോസ്റ്റിന്റെ അണ്ടറിൽ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് ഓരോ കമന്റ് അല്ലെങ്കിൽ റേറ്റ് എന്നൊക്കെ ചോദിച്ചിട്ട്, അതായത് പ്രൈസ് അല്ലെങ്കിൽ റേറ്റ് എന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് മെസ്സേജ് വരാറുണ്ടാവും, കമന്റിൽ വരാറുണ്ടാവും. അപ്പൊ ആ രീതിക്ക് നമുക്ക് അവിടെ കമന്റിൽ തന്നെ നമുക്ക് റിപ്ലൈ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. അതായത് ഈ ഒരു ആക്ഷൻ ഇല്ലാതെ നമുക്ക് ജസ്റ്റ് ഈ ഒരു കമന്റ് റിപ്ലൈ മാത്രം കൊടുക്കാം. അതെല്ലാം നമുക്ക് പ്രൊഡക്റ്റിന്റെ ലിങ്ക് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു കോഴ്സിന്റെ ലിങ്ക് അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്കത് ഡിഎമ്മിൽ റിപ്ലൈ കൊടുത്തിട്ട് കമന്റിലേക്ക് നമുക്ക് മെസ്സേജ് കൊടുക്കാം. അപ്പൊ ഈ രണ്ട് രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ഇതിവിടെ സേവ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ എനാബിൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ അതിനായിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ കമന്റ് ഇവിടെ ഓപ്പൺ ചെയ്ത് വെക്കാം. സോ നമുക്കിവിടെ ആ ഒരു കമന്റ് റിപ്ലൈ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഇതാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള പോസ്റ്റ്. ഞാൻ ഇതിലേക്ക് ഒരു കമന്റ് ആഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ലിങ്ക് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പോസ്റ്റിലേക്ക്. ഇപ്പം അല്ലെങ്കിൽ നമുക്ക് പ്ലീസ് ഷെയർ ദ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക്, അതായത് ഒരു കീവേഡ് ലിങ്ക് എന്നുള്ളത് കണ്ടൻസ് ഉണ്ടായാലും മതി. ഞാനിവിടെ ഈ ഒരു പോസ്റ്റിലേക്ക് പ്ലീസ് ഷെയർ ദ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് കമന്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇതിൽ കമന്റ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഞാൻ പ്ലീസ് ഷെയർ ദ ലിങ്ക് എന്ന് കൊടുക്കുന്നുണ്ട്. നമ്മൾ നോർമലി റീൽസിലോ അല്ലെങ്കിൽ നമ്മൾ പോസ്റ്റിലൊക്കെ നമുക്ക് കമന്റ് ലിങ്ക് ഫോർ ദ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വേണ്ടി പറ്റും, ഡിഎമ്മിൽ നമുക്ക് ആ റിപ്ലൈ നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് റീഫ്രഷ് ചെയ്യാം. ഇവിടെ ഒരു കമന്റിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു കമന്റിൽ പ്ലീസ് ഷെയർ ദ ലിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇവിടെ റിപ്ലൈ കാണാം, ഹായ് പ്ലീസ് ചെക്ക് യുവർ ഡിഎം. അപ്പൊ ആ ഒരു അക്കൗണ്ടിലേക്ക് തന്നെ നമുക്ക് ഡിഎമ്മിലേക്ക് ഇവിടെ നമുക്ക് എന്ത് പോയിട്ടുണ്ട്, ഈ ഒരു മെസ്സേജ് വിത്ത് ലിങ്ക് ഇവിടെ പോയിട്ടുണ്ട്. ഹായ് താങ്ക് യു ഫോർ എൻക്വയറി, ഹിയർ ഈസ് ദ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ ലിങ്ക് പോയിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ഇതാണ് നമ്മുടെ ലിങ്ക്. ആ ലിങ്ക് നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ലിങ്ക് ആണ് ചോദിച്ചതെങ്കിൽ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഡിഎമ്മിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് ആ ഒരു ലിങ്ക് നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് ഇതേപോലെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ലിങ്ക് അല്ലെങ്കിൽ നമ്മൾ സെൽ ചെയ്തൊരു കോഴ്സിന്റെ ലിങ്ക് എന്താണോ നമ്മൾ ആ ഒരു പോസ്റ്റ് റിലേറ്റഡ് ആയിട്ട് ഇട്ടിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് ചോദിക്കുന്ന എൻക്വയറീസിൽ നമുക്ക് ഓട്ടോമേറ്റഡ് ആയിട്ട് ഡിഎമ്മിൽ മെസ്സേജ് അയക്കാനും അതിന് കൊടുക്കുന്ന കമന്റിൽ അതിനുള്ള റിപ്ലൈ കൊടുക്കാനും വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് റൺ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള റിപ്ലൈസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അതിനനുസരിച്ചിട്ടുള്ള ഡിഎം റിപ്ലൈസ്, ലിങ്ക് ഷെയർ ചെയ്യാനുള്ളത് അല്ലെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാനുള്ളത്, അതിന്റെ കൂടെ തന്നെ നമുക്ക് കമന്റിൽ വരികയാണെങ്കിൽ നമുക്ക് കമന്റിൽ തന്നെ നിങ്ങൾ കണ്ടു ഫിൽറ്റേഴ്സ് കൊടുക്കരുത്. അതായത് നമുക്ക് എനി കമന്റ് അല്ലെങ്കിൽ നമുക്ക് കണ്ടേജ് അല്ലെങ്കിൽ നമുക്ക് റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു കമന്റ് ആണെങ്കിൽ ആ റേറ്റ് നമുക്ക് അവിടെ കമന്റിൽ തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡിഎമ്മിൽ ഷെയർ ചെയ്യാം. അതായത് നമുക്ക് എക്സാക്ട് മാച്ച് ആണെങ്കിൽ നമുക്ക് ആ ഒരു എക്സാക്ട് മാച്ച് അല്ലെങ്കിൽ ഒരു ഗുഡ് ഇൻഫർമേഷൻ വരുന്ന ഒരു കമന്റ് ആണെങ്കിൽ നമുക്ക് അതിന് സ്പെസിഫിക് ആയിട്ട് ഒരു താങ്ക് യു നോട്ട് കൊടുക്കാണ്ട് പറ്റും. അപ്പൊ ആ ഒരു എക്സാക്ട് മാച്ച് നമുക്ക് ഡിറ്റക്ട് ചെയ്തുകൊണ്ട് നമുക്ക് അതിന് നമുക്ക് റിപ്ലൈസ് സെറ്റ് ചെയ്യാം. അപ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു കീവേഡ്, ഒരു സ്പെസിഫിക് ആയിട്ട് തന്നെ ഒരു കീവേഡ് ലിങ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ലിങ്ക് തന്നെ നമുക്ക് ഫുൾ ആയിട്ടൊരു ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ ലിങ്ക് വരണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു പ്രൊഡക്റ്റിന്റെ നമുക്ക് കമന്റ് ടൊമാറ്റോ എ എന്ന് പറയണമെങ്കിൽ നമുക്ക് ആ ഒരു ടൊമാറ്റോ എ തന്നെ വേണം. നമുക്ക് ഒരു കീവേഡ് മാത്രം ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എക്സാക്ട് മാച്ച് കൊടുക്കാം. അപ്പൊ ഈ രീതിക്കൊക്കെ നമുക്ക് ഇതിനകത്ത് ഓപ്ഷൻസ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങൾ ഇതേപോലെ സിമ്പിൾ ആയിട്ടുള്ള നിങ്ങളുടെ വർക്ക് ഫ്ലോസ് ക്രിയേറ്റ് ചെയ്ത് നോക്കുക. ഇതിൽ ജസ്റ്റ് ഈ ഒരു 3 ആക്ഷൻസേ വേണ്ടുള്ളൂ. അതിന്റെ കൂടുതൽ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഇതിൽ കണക്ട് ചെയ്താൽ മതി. അപ്പൊ നിങ്ങളുടെ പോസ്റ്റ് ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന്റെ കൂടുതൽ നിങ്ങളുടെ റിപ്ലൈ ഏതാണെന്ന് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഏതൊക്കെ പോസ്റ്റിന് വേണം, നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പോസ്റ്റിൽ നമുക്ക് സെയിം റിപ്ലൈ കൊടുക്കാനാണെങ്കിൽ നമുക്ക് എല്ലാ പോസ്റ്റുകളും നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതിൽ നിങ്ങൾക്ക് ഇൻബോക്സിൽ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മെസ്സേജസ് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ളത് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ഞങ്ങൾക്ക് ഇൻബോക്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അയച്ച മെസ്സേജസ് ആണിത്. അതായത് ഫാത്തിമ സി ഒരു അക്കൗണ്ടിലേക്ക് അയച്ചത്. അതിന്റെ കൂടെ തന്നെ നമുക്ക് അക്കൗണ്ടിലേക്ക് പോയിട്ടുള്ള ഒരു മെസ്സേജ്, അതായത് താങ്ക് യു ഫോർ യുവർ എൻക്വയറി, ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളതാണ്.
അപ്പൊ ഇതുവരെ നമുക്ക് ഈ മെസ്സേജസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്നും ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ഇവിടുന്ന് എന്തൊക്കെയാണ് നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുള്ളത്, ഏതൊക്കെ റിപ്ലൈസ് പോയിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇവിടുന്ന് നിങ്ങൾക്ക് ഇതിന്റെ റിപ്ലൈസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണമെങ്കിൽ അങ്ങനെയും ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാം, അതായത് ഇവിടെ കമന്റ്സിൽ കൊടുത്തിട്ടുള്ള റിപ്ലൈ, അതായത് ചെക്ക് യുവർ DM, ഹായ് പ്ലീസ് ചെക്ക് യുവർ DM, അതുപോലെ തന്നെ വി വിൽ ഷെയർ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കമന്റ്സിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, മുന്നേ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുള്ളത് ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇത് കമന്റ്സിൽ കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ DM-ൽ കൊടുത്തിട്ടുള്ളതാണ്, അതായത് നമ്മുടെ മെസ്സേജസിൽ കൊടുത്തിട്ടുള്ള റിപ്ലൈസ് ആണ് ഇതിലുള്ളത്. ഈ ഒരു രീതിക്ക് നിങ്ങൾക്ക് മെസ്സേജ് ഒക്കെ നമ്മുടെ മൈബിസ്.ഓൺലൈൻ്റെ ഇൻബോക്സ് ഓപ്ഷനിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ ഈ ഒരു സോഷ്യൽ മീഡിയ ഓട്ടോമേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് വളരെ ഫാസ്റ്റ് ആൻഡ് എഫിഷ്യന്റ് ആയിട്ട് റൺ ചെയ്യാനും, അതുപോലെ നിങ്ങൾക്ക് വരുന്ന ഒരു എൻക്വയറി പോലും മിസ്സാവാതിരിക്കാനും നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇത്രയും സ്റ്റെപ്സിലൂടെ നിങ്ങൾക്ക് ഇതുപോലെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. ജസ്റ്റ് ഇൻസ്റ്റഗ്രാം കമന്റ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം DM നിങ്ങൾ ട്രിഗറിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്താണ് അവിടെ നിങ്ങളുടെ സ്പെസിഫിക് നീഷ്, അതായത് നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളാണ് ഇവിടെ ഡിറ്റക്ട് ചെയ്യേണ്ടത്, സ്പെസിഫിക് കീവേഡ് ആണോ അല്ലെങ്കിൽ ഏത് മെസ്സേജിനുള്ള റിപ്ലൈ ആണോ, ഒരു എക്സാക്ട് കീവേഡ് ആയിട്ട് നമുക്ക് അത് ഡിറ്റക്ട് ചെയ്യാനാണോ, അതിനൊക്കെ നിങ്ങൾക്ക് ഇവിടെ കണ്ടീഷൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ അതിനുള്ള DM റിപ്ലൈയും അതുപോലെ തന്നെ കമന്റിന് റിപ്ലൈ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ഇതിൽ കാണിച്ചു തന്നു. അപ്പൊ നിങ്ങളും ഈ ഒരു കാര്യങ്ങളൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഫോളോ ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.